പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനിയൻ നന്ദും ഭക്ഷണം കഴിക്കുന്ന സമയത്തും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം ദേവയാനി നയനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അനാമികയാണെങ്കിലും നന്ദുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നന്ദുവിന് ഇനി എന്തേലും വേണോന്ന് ചോദിക്കും. അപ്പൊ നന്ദു വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിലും അനാമിക കുറച്ചുകൂടി ഒക്കെ കഴിക്കുന്നു പറഞ്ഞിട്ട് ഭക്ഷണമൊക്കെ അങ്ങ് നീക്കി വെച്ച് കൊടുക്കാണ്. ഈ സമയത്താണ് നയനയുടെ ഫോണിലേക്ക് നവ്യ വിളിക്കുന്നത്. അപ്പൊ ചേച്ചിയാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ നയന കോൾ എടുക്കുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് നവ്യ വിളിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നയന പറയുന്നുണ്ടായിരുന്നു. അനാമിക നന്ദുവിന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തു എന്ന് ചോദിക്കുമ്പോ കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ ഇടയ്ക്ക് നയന ഇങ്ങനെ അനാമികനെ നോക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ പറയുന്ന സമയത്ത് അവൾ എന്തെങ്കിലും അഹങ്കാരം കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ നവ്യ കോള് കട്ട് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നന്ദുവിന് ഭക്ഷണമൊക്കെ അനാമിക വിളമ്പി കൊടുത്തു എന്ന് പറയുമ്പോൾ നവ്യക്ക് സന്തോഷമാവുന്നുണ്ട്. പിന്നീട് കോള് വെച്ച ശേഷം എന്തായാലും നയന പറയുന്നുണ്ടായിരുന്നു, ചേച്ചി വിളിച്ചതാണ്, ഇങ്ങനെ നന്ദു ഭക്ഷണം കഴിച്ചോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണെന്ന് പറയുമ്പോൾ ദേവയാനി പറയാണ്, നന്ദു പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്, പിന്നെ അവൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുന്നില്ലല്ലോ, പിന്നെ അവളുടെ ഒരു അന്വേഷണം എന്നൊക്കെ ഞാൻ ദേഷ്യത്തിൽ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് അനഘയും അതും കൂടെ സംസാരിക്കുകയാണ്. അപ്പൊ അനഘ പറയുന്നുണ്ടായിരുന്നു, നീ ഇങ്ങനെ ഒരുപാടായി എന്നെ ഇങ്ങനെ നടത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം ഇതുവരെയും പറഞ്ഞിട്ടില്ല, ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, എന്റെ കുഞ്ഞ് ഇങ്ങനെ അവളുടെ അച്ഛൻ ആരാന്ന് ചോദിക്കുന്നുണ്ട്, ഇതുവരെ ഞാൻ നിന്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല, ഇനി അത് പറ്റില്ല എന്ന് പറയാണ് കേട്ടോ. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ നിന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു തന്നെയാണ്, എന്നിട്ട് നീ ഒരു തീരുമാനം എടുക്കാത്തത് എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് കുറച്ചുകൂടി സാവകാശം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോഴും നീ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ എന്ന് പറയാണ്, അല്ലെങ്കിൽ എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് നിന്റെ തറവാട്ടിലേക്ക് കയറി വരേണ്ടി വരും, പിന്നെ നിന്റെ കുഞ്ഞാണോ അല്ലയോ എന്നൊക്കെ അവരങ്ങ് തീരുമാനിക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. എന്തായാലും ഞാൻ എന്തായാലും മരിച്ചു പോകാൻ നിൽക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് മുന്നും പിന്നൊന്നും നോക്കാനില്ല എന്ന് പറയുന്നുണ്ടായിരുന്നേ. അപ്പൊ എനിക്കിങ്ങനെ ഞാൻ ചിലപ്പോൾ ഏത് നിമിഷവും ഹോസ്പിറ്റലിലാവും, അതുകൊണ്ട് എനിക്ക് ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടക്കണം അതിനു മുന്നേ തന്നെ എന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോ അനഘയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പിന്നെ ഒന്ന് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണെങ്കിലും അപ്പൊ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ നിന്റെ വീട്ടിലേക്ക് ഞാൻ കയറി വരാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അതിങ്ങനെ വെറുതെ ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ നിന്റെ മുത്തച്ഛന്റെ അടുത്തേക്ക് അങ്ങ് കുഞ്ഞുമായിട്ട് കയറി വരും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പൊ അത് കേൾക്കുമ്പോ അബിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അത് പറഞ്ഞിട്ട് അനഘ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ ഒരു വ്യക്തമായിട്ടുള്ള തീരുമാനം അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അനഘ അവിടെ നിന്ന് പോവാണ്. അനഘയാണെങ്കിലും കുഞ്ഞിന്റെ കാര്യം പറയുമ്പോൾ തന്നെ അബി പറയുന്നുണ്ടായിരുന്നു, എന്റെ കുഞ്ഞാണെന്നുള്ള ബോധം എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ബോധം നിനക്കില്ലാത്തതുകൊണ്ടാണ് നിന്റെ വാക്കിന് വ്യവസ്ഥയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ അനഘ സംസാരിക്കുന്നത്. പിന്നീട് അജയനാണെങ്കിലും ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു, ഇന്ന് അനാമികയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ, ഇന്ന് നന്ദുവിന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തല്ലോ അവള് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, അത് അവൾ എന്തെങ്കിലും കാര്യം മുന്നിൽ കണ്ടിട്ടായിരിക്കും, അല്ലാതെ അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയൂട്ടോ. അപ്പൊ ആദർശ് പറയുന്നുണ്ടായിരുന്നു, നിനക്ക് അനാമിക ഇങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നീയും മാറണം എന്നൊക്കെ ഇങ്ങനെ അനിയനെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നീ ഇങ്ങനെ വെറുതെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട എന്ന് പറയാണ്. എന്നിട്ട് അജയനോട് ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇളയച്ചൻ എന്താ ഇവനെ ഒന്ന് ഉപദേശിച്ചൂടോ എന്ന് ചോദിക്കും. അപ്പൊ കുഞ്ഞുനാള് തൊട്ടേ നിന്റെ ഉപദേശം കേട്ടാണല്ലോ ഇവൻ വളർന്നത്, അപ്പൊ നീ ഉപദേശിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതിൽ ആദർശിനോട് അത് പറയുകയും ചെയ്യാണ് കേട്ടോ. പിന്നീട് അനിയനോടാണെങ്കിലും അജയൻ പറയുന്നുണ്ടായിരുന്നു, നീ നന്ദുമായിട്ടുള്ള ഇഷ്ടം അങ്ങനെ അനാമിക മോളുമായിട്ടുള്ള കല്യാണത്തിന്റെ തലേ ദിവസമല്ലേ ആദർശിനോട് പറഞ്ഞത്, അങ്ങനെയാണെങ്കിലും ഈ അതിന് മുന്നേ പറഞ്ഞിരുന്നെങ്കിലും ഈ കല്യാണം നടക്കില്ലായിരുന്നു, നിന്റെ അമ്മയൊന്നും ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല, പിന്നെ അത് മാത്രല്ല ഞാൻ നയനമോളുടെ വീട്ടുകാർക്കും അതൊന്നും ഇഷ്ടമല്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വീട്ടിനുള്ളില് ഒരു വലിയൊരു വഴക്ക് ഒഴിവായി എന്ന് വിചാരിക്കല്ലേ നമ്മൾ വേണ്ടത്, അനാമിക മോളുമായിട്ടുള്ള കല്യാണം നടന്നുകൊണ്ട് അപ്പൊ അങ്ങനെ അങ്ങ് ജീവിക്കല്ലേ വേണ്ടത് എന്നൊക്കെ അനിയനോട് പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് നയനി നന്ദും ദേവയാനിയും കൂടെ അങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പൊ നന്ദു ആണെങ്കിലും അങ്ങനെ പോകാനായിട്ട് യാത്ര പറയാനായിട്ടൊക്കെ ഇറങ്ങി വന്നതാണ്. അപ്പൊ ആ സമയത്തും രണ്ടുപേരും അനി അതുപോലെ തന്നെ നന്ദും കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതെല്ലാം ദേവയാനി അതുപോലെ തന്നെ നയനിക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ. അപ്പൊ ദേവയാനി ആണെങ്കിലും ഇങ്ങനെ നന്ദുവിനോട് ഇങ്ങനെ പോകാനൊക്കെ ഇറങ്ങി വന്നാണല്ലോ, അപ്പൊ കുറെ കാര്യങ്ങൾ ഉപദേശിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ ഇങ്ങനെ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാലും ഗുണ്ടകളായിട്ട് ഇങ്ങനെ വഴക്കിടുകയൊന്നും ചെയ്യരുത്, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നിന്റെ രണ്ട് ചേച്ചിമാരും ഇവിടുത്തെ മരുമക്കളാണ്, ഈ വീട്ടിലും ഗുണ്ടകളൊക്കെ കയറും, അതുകൊണ്ട് അതിനൊന്നും പോകാൻ നിൽക്കരുത് എന്നൊക്കെ ഇങ്ങനെ വെറുതെ ആരെയും പോയി തല്ലാൻ നിൽക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉപദേശിക്കുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ വെറുതെ ആരെയും കയറി അടിക്കാറില്ല എന്ന് പറയട്ടെ. അപ്പൊ നല്ലതിനാണെങ്കിൽ ഇനിയിപ്പോ അല്ലാന്നുണ്ടെങ്കിലും ഒന്നിനും അങ്ങനെ കയറി ഇടപെടരുത് എന്നൊക്കെയാണ് കേട്ടോ ദേവയാനി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ ആദർശ് പറയുന്നുണ്ടായിരുന്നു, മോൾ എന്തായാലും ഇങ്ങനെ SI ആവാൻ പോകുന്ന സമയത്ത് മോൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്തോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ഓ നല്ല ആൾക്കാർ നല്ല ഉപദേശം കൊടുക്കുന്നതെന്ന് പറയാം, അല്ലെങ്കിൽ തന്നെ ഇവളിങ്ങനെ ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ ആളുകളെ തല്ലുന്ന കൂട്ടത്തിലാണെന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അത് മാത്രല്ല
അനിയാണെങ്കിലും അതിന്റെ കൂട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു നന്ദുവിനായിട്ട് കൊടുക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവന്മാരുടെ കാര്യം പോക്കാണെന്ന് പറയും. ആ സമയത്ത് ദേവയാനി അനിയനോട് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ നിന്റെ ഒരു പുകഴ്ത്തലിന്റെ കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയട്ടോ. പിന്നീട് അത് മാത്രല്ല അനാമിക മോള് ഇന്ന് ഇങ്ങനെ നിന്റെ അനിയത്തിനോട് നന്നായിട്ടാണ് പെരുമാറിയത് എന്നൊക്കെ ഇങ്ങനെ അനിയനോടും പറയുന്നുണ്ടായിരുന്നേ. പിന്നെ അനിയനോടാണെങ്കിലും അനിയൻ നന്ദും തമ്മിൽ ഇങ്ങനെ നോക്കുന്നത് കാണുമ്പോ അനിയനോടാണെങ്കിലും അവിടുന്ന് എണീറ്റ് പോകാൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അനാമിക മോള് അവിടെ വിഷമിച്ചിരിക്കല്ലേ, അതുകൊണ്ട് നീ അങ്ങോട്ട് എണീറ്റ് പോവാനി എന്ന് പറയുമ്പോ അനി മനസ്സിലോടെ അവിടുന്ന് എണീറ്റ് അങ്ങ് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് നന്ദു യാത്രയൊക്കെ പറഞ്ഞു പോവാണ് കേട്ടോ. നന്ദു യാത്ര പറഞ്ഞു പോകുന്ന സമയത്താണെങ്കിൽ അജയനാണെങ്കിലും ഇങ്ങനെ ദേവേനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ നന്ദുവിനെ ഇങ്ങനെ ഇങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ നമ്മൾ വിളിച്ചതല്ലേ, ഏട്ടത്തിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പെരുമാറായിരുന്നു എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ മര്യാദയെ പറ്റുള്ളൂ എന്ന് പറയാണ്. പിന്നീട് നൈനി അതുപോലെ തന്നെ നന്ദും കൂടെ പുറത്തിറങ്ങി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം മുകളിൽ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അനാമിക. നൈനിനോട് വിഷുവിന് വരില്ലേ എന്നൊക്കെ നന്ദു ചോദിക്കുമ്പോൾ മോളെന്തായാലും ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോവല്ലേ, അതുകൊണ്ട് 2 ദിവസം മോളുടെ കൂടെ നിൽക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ ഇവരെ അവിടെ നിന്ന് സംസാരിക്കുന്നെല്ലാം അനാമിക നോക്കി നിൽക്കുന്നത് അങ്ങനെ അവിടെ നോക്കി നിൽക്കുന്നത് നന്ദു കാണുന്നുണ്ടായിരുന്നേ. അപ്പൊ അവളവിടെ നിന്ന് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നൈനയ്ക്കും കാണിച്ചു കൊടുക്കാണ്. അപ്പൊ എന്തായാലും പിന്നീട് ഇങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തല്ലോ, അപ്പൊ അത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അത് മാത്രല്ല ചേച്ചിയുടെ അമ്മായിയമ്മ എത്ര നന്നായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാണ്, എല്ലാവരും പറ്റിച്ചോണ്ടിരിക്കല്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞ് പിന്നീട് അവര് നന്ദു യാത്രയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ. അപ്പൊ അനാമികയാണെങ്കിലും ഭയങ്കര ടെൻഷനിലും കാര്യത്തിലും റൂമിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ജാനകി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. മോൾക്ക് എന്താ പറ്റിയത്, മോൾ എന്തിനാ അവൾക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അനാമിക ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ് കേട്ടോ ജാനകിനോട് പറയുന്നത് എനിക്കിനി ഒരു വഴക്കിന് വയ്യ, അവിടെ ഇങ്ങനെ മനഃപൂർവ്വം ഇങ്ങനെ വഴക്കിടാൻ വേണ്ടിയിട്ട് അവളുമാർ ഓരോരോ കാരണം ഉണ്ടാക്കുകയാണ്. അനി നന്ദും തമ്മിൽ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവളെ ഇന്ന് ഇങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ വിളിച്ചിട്ടുള്ളത്. ഈ പറയുന്ന പോലെ വല്യമ്മയ്ക്കും അവരോട് വലിയ ഇങ്ങനെ ദേഷ്യമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അത് മാത്രമല്ല അഭിയേട്ടനാണെങ്കിലും നവ്യനെ കാണാൻ ഇടയ്ക്ക് അങ്ങോട്ട് പോവാറുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ നമ്മൾ മാത്രം ഇങ്ങനെ വഴക്ക് അടിച്ച് നടന്നിട്ട് എന്താ കാര്യം, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയി അവൾക്ക് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തത് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും മോള് ഇങ്ങനെ ഓരോന്ന് ഇതാക്കിയിട്ട് ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെയാണ് ജാനകി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അമ്മയുടെ മോനെ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. അവന്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു തന്നെയാണ്. അതുകൊണ്ട് ഇനിയിപ്പോ അമ്മയാണെങ്കിലും അവനെ അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞ് ഉപദേശിക്കാനും നിൽക്കുന്നില്ല. അതിന്റെ ഒരു ഇതൊക്കെ എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ആകെ സങ്കടപ്പെട്ടങ്ങ് നിൽക്കുകയാണ് കേട്ടോ അനാമിക. പിന്നീട് ദേവയാനിയും നൈനിയും കൂടെ അടുക്കളയിൽ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ വിഷുവൊക്കെ അല്ലേ വരാൻ പോകുന്നത്, അതുപോലെ തന്നെ നന്ദുമോള് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകാനും നിൽക്കല്ലേ, അതുകൊണ്ട് നമുക്ക് നാളെ ഇങ്ങനെ മോളുടെ വീട്ടിലേക്ക് പോകണം, നന്ദുവിന് നല്ലൊരു സമ്മാനമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പറയാണ്. അതിനുശേഷം പിന്നീട് നൈനിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു മോള് ശ്രദ്ധിച്ചായിരുന്നോ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും അനിയന്റെയും നന്ദുവിന്റെയും കണ്ണുകൾ തമ്മിൽ പരസ്പരം അങ്ങനെ ഉടക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നൈന അത് ശ്രദ്ധിച്ചുകൊണ്ടെന്ന് നൈന പറയുന്നുണ്ടായിരുന്നു. അത് ശരിയാണ്, ഞാനും അതുപോലെ തന്നെ വീട്ടിലുള്ളവരും എല്ലാവരും തന്നെ നന്ദുവിന് കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിക്കാറുണ്ട്. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ അവള് വീണ്ടും ഇങ്ങനെ അനിയനോട് എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവര് തമ്മിൽ എന്തോ ഒരു പ്രത്യേക ഇഷ്ടമുണ്ടോ എന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവളെ നന്നായിട്ടൊന്ന് ഉപദേശിക്കാം എന്ന് പറയുകയാണ്. പിന്നീട് ദേവേനെ പറയുന്നുണ്ടായിരുന്നു ഇന്ന് എത്ര നന്നായിട്ട് അനാമിക മോള് നന്ദുവിന് ഇങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കുകയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ നൈന പറയാണ് ആ കാര്യമൊന്നും അമ്മ പറയണ്ട, അവൾക്ക് നന്ദുവിന് ഭക്ഷണം വിളമ്പി കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ വിളമ്പി കൊടുത്തതാണെന്ന് പറയട്ടെ. അപ്പൊ അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത്, അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നപ്പോൾ തന്നെ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു ഈ കാര്യത്തിൽ എന്ന് പറയാണ്ട്. അപ്പൊ മോൾ അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം കാണും എന്ന് പറയാണ്. അപ്പൊ നൈന പറയുന്നുണ്ടായിരുന്നു അതൊന്നും എന്നോട് ചോദിക്കരുത് എന്ന് പറയാണ്. എന്തായാലും അതുപോലെ തന്നെ അനാമികയും അനിയും തമ്മിൽ ഇങ്ങനെ ഒരിക്കലും പിരിയാൻ പാടില്ല, എനിക്ക് അത്രയേ ഉള്ളൂ എന്ന് ദേവയാനി പറയാണ് കേട്ടോ. അതുകൊണ്ട് നന്ദുവിനെ നന്നായിട്ടൊന്ന് ഉപദേശിക്കണം തന്നെയാണ് ദേവയാനി നൈനയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അനിയാണെങ്കിലും നന്ദുവിനെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നന്ദു കോൾ എടുക്കുമ്പോൾ തന്നെ അനി ചോദിക്കുന്നത് പോകാനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചതാണ് കേട്ടോ. അപ്പൊ നന്ദു പറയും എനിക്ക് അങ്ങനെ ഒരുക്കാനൊന്നുമില്ല, കുറച്ച് ഡ്രസ്സ് എടുത്തു വെക്കണം അത്രയേ ഉള്ളൂ എന്ന് പറയൂ കേട്ടോ. പിന്നീട് അത് മാത്രല്ല അനി ഇങ്ങനെ നന്ദുവിനെ ഒന്ന് കാണണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വിളിച്ചത്. അപ്പൊ രാത്രിയിൽ കാണണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും പറ്റില്ല എന്ന് നന്ദു പറയുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്കായിരിക്കില്ല, നമ്മുടെ ഫ്രണ്ട്സും കൂടെ കാണും എന്ന് പറയാണ് കേട്ടോ. അപ്പൊ രാത്രിയിലാണ് കാണണ്ടേന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്ത് പറഞ്ഞ ഇവിടുന്ന് രാത്രി ഇറങ്ങാ, അമ്മ എന്നെ കൊല്ലും എന്നൊക്കെ പറയാണ്. അപ്പൊ അനിയാണെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു നീ വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ, പിന്നെ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് പിരിയാം എന്ന് പറയുമ്പോഴും അത് പറ്റില്ല എന്നാണ് കേട്ടോ നന്ദു പറയുന്നത്. നീ എന്നെ ഇങ്ങനെ വെറുതെ വിഷമിപ്പിക്കരുത് അനി എന്ന് പറയുന്ന സമയത്ത് അത് തന്നെയാണ് എനിക്ക് നന്ദുവിനോടും പറയാനുള്ളത്. എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ കാണാതിരുന്നാൽ അത് വലിയ വിഷമാവും, അതുകൊണ്ട് നീ ഞാൻ പറഞ്ഞ വരില്ലേ വിളിച്ച വരില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നന്ദു ആണെങ്കിലും ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും അനി അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഞാൻ വരാൻ ശ്രമിക്കാം എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ശ്രമിക്കുന്നതിന്റെ ഒടുവിൽ നമ്മൾ തമ്മിൽ കണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അനി കോള് കട്ട് ചെയ്യുന്നത്. അപ്പൊ നന്ദു ആണെങ്കിലും എന്താ ചെയ്യാന്നറിയാതെ ആകെ ഒരു ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു.
പിന്നീട് നയനയാണെങ്കിലും പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പൊ ആദർശാണെങ്കിലും ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ പത്രം വായിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. ആദർശേട്ട നന്ദു പോവല്ലേ, അതുകൊണ്ട് അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ ഞാനും കൂടെ വരാൻ ആദർശ് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നവീച്ച് എന്റെ കൂടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ വന്നാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് പറയട്ടെ. അപ്പൊ എന്തായാലും പിന്നീട് ആദർശ് പോവൊന്നും ചെയ്യുന്നില്ല. എന്നാ പിന്നെ പോയിക്കോ, കാശൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതൊക്കെ എന്റെ കയ്യിൽ അത്യാവശ്യത്തിനുണ്ടല്ലോ, എന്റെ സാലറി പിന്നെ ഞാൻ എന്ത് ചെയ്യാനാന്നൊക്കെ ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിന്റെ സാലറി നീ സേവ് ചെയ്ത് വെക്കണം, റൂമില് ഷെൽഫിൽ ഇങ്ങനെ പണം ഉണ്ടല്ലോ അത് എടുത്താൽ പോരെ എന്ന് പറയുമ്പോ അതൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നിനക്ക് സാലറി കിട്ടി തുടങ്ങിയപ്പോ കുറച്ച് അഹങ്കാരം കൂടിയോ എന്ന് ചോദിക്കുമ്പോ അപ്പൊ സാലറി വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ സാലറി തന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ, എന്ന് എനിക്ക് ഇനി തൊട്ട് സാലറി വേണ്ടാന്നൊക്കെ പറയാണ് കേട്ടോ. എന്തായാലും പിന്നീട് ആദർശ് യാത്ര അയക്കുന്നുണ്ടായിരുന്നു. ഞാൻ കൊണ്ടാക്കി തരണമെന്നൊക്കെ ചോദിക്കുമ്പോ വേണ്ടാന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാന്ന് പറയാണ്. അപ്പൊ ദേവേനയുടെ കൂടെയാണല്ലോ പോകുന്നത്. അപ്പൊ കള്ളത്തരം പൊളിയൂലേ ആദർശ് കൊണ്ടാക്കി കൊടുത്താലേ, അപ്പൊ അതുകൊണ്ടാണ് വേണ്ടാന്ന് പറയുന്നത്. ദേവേനയാണെങ്കിൽ റോഡിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ നൈനേനെ. എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അവന് സംശയമൊന്നും തോന്നിയില്ലല്ലോ എന്ന് ചോദിക്കും. സംശയമൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ട്, ഒരു വിധത്തിൽ പറഞ്ഞ് തട്ടിയപ്പോയായിരുന്നു ഞാനേ എന്ന് പറയൂ കേട്ടോ. ആദർശേട്ടനും കൂടെ വരാമെന്നു എന്നൊക്കെ പറയാണ്. ആദർശേട്ടന് എന്തെങ്കിലും സംശയം ഉണ്ടോന്ന് എനിക്കറിയില്ല എന്ന് പറയാണ്. ദേവയാനി പറയുന്നുണ്ടായിരുന്നു അവന് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസാനം കണ്ടിട്ടേ അവൻ അടങ്ങുള്ളൂ, എന്തായാലും കുറെ സമയം ഇവിടെ നിന്ന് സംസാരിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയാണ്. അപ്പൊ മോൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് വേണോ, വിഷു അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ വേണം എന്ന് പറയാണ്. എന്നാ പിന്നെ അത് നേരത്തെ പറയണ്ടേ എന്ന് ദേവയാനി ഇങ്ങനെ പറയുന്ന സമയത്ത് അതിന് എന്താ വേണ്ടതെന്ന് അമ്മ ചോദിച്ചില്ലല്ലോ, അമ്മ എന്നോട് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നത് നൈന പറയുന്ന സമയത്ത് ദേവേനെ ചോദിക്കുന്നുണ്ടായിരുന്നു മോൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കും. അമ്മയുടെ ഈ സ്നേഹം എന്നും എനിക്ക് വേണമെന്ന് പറയൂ കേട്ടോ. അത് ഇനിയിപ്പോ നീ വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ അങ്ങ് തരും എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ ഒരുപാട് സമയം ഇവിടെ നിന്ന് സംസാരിക്കേണ്ട, നമ്മുടെ വീടിന്റെ അടുത്താണ് നിൽക്കുന്നത്, ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാവും, എന്തായാലും ഇത് ഒരുപാട് കാലം ഇങ്ങനെ മുന്നോട്ട് പോകാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ മുന്നോട്ട് പോകാനൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു നൈന. അപ്പൊ ദേവേനിക്ക് അതറിയാലോ, അത് എനിക്കും അറിയാം മോളെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അവര് എന്തായാലും നയനയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. നന്ദുവിനുള്ള ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് തന്നെയാണ് വരുന്നത്. ആ സമയത്ത് ഗോവിന്ദനാണെങ്കിലും കനകിനോട് പറയുന്നുണ്ടായിരുന്നു ആരാ വരുന്നേ നോക്കി എന്നൊക്കെ പറയൂ കേട്ടോ, ഭയങ്കര സന്തോഷത്തില്. പിന്നീട് ഗോവിന്ദനാണെങ്കിലും അവിടെ ഇരുന്ന് പ്രതിമയുടെ വർക്കൊക്കെ ചെയ്യാണല്ലോ. അപ്പൊ ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിക്കും കേട്ടോ. അങ്ങനെ അസുഖമൊക്കെ ഉള്ള ആളല്ലേ, അതുകൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യണോ, ഇനിയിപ്പോ നന്ദു എന്തായാലും ഒരു SI ആവാൻ പോവാണ്. അപ്പൊ മക്കളൊക്കെ ഇങ്ങനെ വിചാരിച്ച പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിശ്രമിക്കല്ലേ വേണ്ടേന്ന് പറയുമ്പോൾ ഗോവിന്ദന് അതിനോട് താല്പര്യം ഇല്ല കേട്ടോ. ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് ഓരോരോ പ്രശ്നങ്ങൾ വരുന്നത്, അതുകൊണ്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പൊ കനകയും പറയുന്നുണ്ടായിരുന്നു ഒരുപാട് വർക്കുകളൊക്കെ കിട്ടണം എന്ന് ആഗ്രഹിച്ച സമയം ഉണ്ടായിരുന്നു, പക്ഷെ ആ സമയത്തൊന്നും അത് കിട്ടിയില്ല. ഇപ്പൊ നൈനമോളും പേരെടുത്തതോടുകൂടി അച്ഛന് നല്ല ഓർഡർ ഒക്കെ കിട്ടുന്നുണ്ടെന്ന് പറയാണ്. വിഷു ആയതുകൊണ്ട് തന്നെ അധികം ഓർഡറുകൾ ഉണ്ട് എന്ന് പറയട്ടെ. പിന്നെ അത് മാത്രമല്ല, കല്യാണം കഴിഞ്ഞാല് പെൺകുട്ടികളുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ അങ്ങോട്ട് സഹായം ഉണ്ടാവേണ്ടത്, പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അവിടുന്ന് ഇങ്ങോട്ടാണ് സഹായിക്കുന്നത്. ആദർശമോൻ ഇതിപ്പോ ഈ വീട് തന്നെ ഞങ്ങളുടെ പേരിൽ എടുത്ത് തന്നു, ഇതൊന്നും ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു ഇതാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ബാധ്യതകളൊന്നുമില്ല, അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ എന്നുള്ളതിലാണ് കേട്ടോ ഗോവിന്ദൻ സംസാരിക്കുന്നത്. അപ്പൊ ദേവയാനി ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഗോവിന്ദനോട് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നൈന പറയാം ഇന്നൊരു ദിവസം അമ്മ നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വന്നതാണ് എന്ന് പറയൂ കേട്ടോ. പിന്നെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു അതിന് നന്ദു ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുന്നതിന് മുന്നേ അങ്ങനെ നന്ദുവിന് കുറച്ച് ഉപദേശമൊക്കെ കൊടുക്കണം, മറ്റൊന്നുമല്ല അനിയുടെ കാര്യം തന്നെയാണ് എന്നിങ്ങനെ പറയും. പിന്നെ ലാസ്റ്റ് നന്ദുവിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.